നിങ്ങളൊരു ചെറുകിട വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കേണ്ട, നമ്മുടേതായിട്ടുള്ള ഒരു സംരംഭം നമുക്ക് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിഷൻ എക്സ്പോ 2024 കൊച്ചിയിൽ കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 ദിവസമായിട്ട് ഇവിടെ ഈ മിഷനറീസിന്റെ എക്സ്പോ നടക്കുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയമെടുത്ത് ഒരുപാട് മിഷനറീസ് ഉണ്ട് ഇവിടെ. നമുക്ക് ചെറുകിട വ്യവസായം, ചെറിയ സംരംഭം തുടങ്ങാനുള്ള ചപ്പാത്തി മേക്കർ, പൊറോട്ട മേക്കർ, അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ, അലുവ ഉണ്ടാക്കുന്ന മെഷീൻ, പിന്നെ നമുക്ക് പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കുന്ന മെഷീൻ, അതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്ന മെഷീൻ, അങ്ങനെ നിരവധി അനവധി മാൻ പവർ ഒന്നും ഇല്ലാതെ തന്നെ അപ്പം ഫുള്ള് ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ അപ്പം ചുട്ടെടുക്കുന്ന മെഷീൻ, അതുപോലെ തന്നെ പാക്കിംഗ് സെക്ഷനിലേക്ക് വന്നാൽ അരിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ പാക്ക് ചെയ്യാനുള്ള വിവിധ തരങ്ങളിലുള്ള മെഷീൻ, അതേപോലെ തന്നെ നമുക്ക് ലിക്വിഡായിട്ടുള്ള വെളിച്ചെണ്ണ, അതേപോലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ട മെഷീൻ, അതുപോലെ തന്നെ ഒരു 50 ഗ്രാം മുതൽ 10 കിലോ വരെ, അതായത് 50 ഗ്രാമുള്ള ചിപ്സ് തുടങ്ങി 10 കിലോ ഉള്ള അരി വരെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് മെഷീനുകൾ, അലുവുണ്ടാക്കുന്ന മെഷീൻ, അങ്ങനെ നിരവധി അനവധി ഒത്തിരി നമുക്കൊരു ചെറുകിട വ്യവസായം തുടങ്ങണമെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇതിന്റെ പ്രവർത്തനം നേരിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നുറുക്ക് ഓട്ടോമാറ്റിക് ഒറ്റയടിക്ക് പല രീതിയിലുള്ള നുറുക്കുകൾ ഉണ്ടാക്കുന്ന മെഷീനുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒത്തിരി നമ്മൾ ഒരു ദിവസം വളരെ സാവകാശത്തിൽ നമ്മൾ ഇതിൽ നടന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് എത്ര സെന്റ് സ്ഥലമാണ് നമുക്ക് വേണ്ടത്, എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും, എങ്ങനെയാണ് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിന് ലോൺ സൗകര്യം ഒരുക്കാനുള്ള ബാങ്കിൻ്റെ ഒഫീഷ്യലുകളുണ്ട്. അവരുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി എങ്ങനെ കിട്ടും, അതൊക്കെ കുറിച്ച് വിശദമായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോ കൗണ്ടറിലും ചെന്ന് കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പോ നിങ്ങൾക്കൊരു അനുഭവം തന്നെയായിരിക്കും. ഇന്നും കൂടെയാണ് ഇനിയുള്ളത്. 4 ദിവസത്തെ എക്സ്പോ ആയിരുന്നു, ഇന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വന്ന് കണ്ടപ്പോൾ എനിക്കിത് വിശദമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു വോയിസ് ഓർഡർ രീതിയിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്നത്. 100% നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഈ എക്സ്പോ ഇന്നിവിടെ തീരുകയാണ്. പക്ഷേ ഇനി എവിടെയെങ്കിലും ഇതേപോലെ മിഷൻ എക്സ്പോ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പോയി കണ്ടിരിക്കുക. കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വിജയിപ്പിച്ചെടുക്കണമെന്നൊക്കെ ഇൻസ്ട്രക്ഷൻ അവർ തരും. അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും, നമ്മളാ കഴിയാവുന്ന രീതിയിലുള്ള ഒരു വ്യവസായം സംരംഭം തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേരള ഗവൺമെന്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഈ എക്സ്പോ 100% ഇനി വരുമ്പോഴെങ്കിലും കാണാൻ ശ്രമിക്കുക.